ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഷ്യൂസ് ഗാലറി. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി പച്ചക്കായ മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വലിയ പച്ചക്കായ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു മുന്നേ, അത് ആ കറിയൊക്കെ ഒന്ന് ഇളകാൻ വേണ്ടി. അതിന് ശേഷം അത് കഴുകിയിട്ട് ഞാൻ ഒരു ചട്ടിയിൽ പച്ചക്കായ വേകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ടു. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. പച്ചക്കായ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് 2 ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂണ് കടുക് അതിലേക്ക് ആഡ് ചെയ്യാം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഒരു 1/4 ടീസ്പൂണ് ഉണക്കമുളക് ചതച്ചതും, പിന്നെ അതിനുശേഷം ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചതും, 3 ടീസ്പൂണ് ചെറിയുള്ളി നീളത്തിൽ കട്ട് ചെയ്തിട്ടത് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇടുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കായ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ പച്ചക്കായയിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാകും. പച്ചക്കായ അധികം വേകാനും ഇല്ല, ഓൾറെഡി പച്ചക്കായൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചക്കായ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പച്ചക്കായ മെഴുക്കുവരട്ടീൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടോ. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്ത് സൗണ്ട് കേൾക്കുന്നതെന്ന്. അത് വേറൊന്നല്ല, എൻ്റെ അപ്പുറത്തെ സ്റ്റൗവിൽ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചക്കായ മെഴുക്കുവരട്ടിയാണ്. അതിൻ്റെ കൂടെ മീൻ ആവിയിട്ട് വെച്ച മീൻകറിയും അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പിന്നെ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ. ഇനി നമ്മൾ കുറച്ച് മീൻകറി, ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ച് മാങ്ങ മാത്രം എടുത്തിട്ടുണ്ട്, അതിൽ നമുക്ക് മെഴുക്കാം. പിന്നെ നമ്മുടെ പച്ചക്കായ മെഴുക്ക് വരട്ടിയത്, നമ്മൾ ഒരു കഷ്ണം തീരും. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം. ഞാൻ മാങ്ങ എടുത്ത് കുറച്ച് ചാറിട്ട് കുഴച്ചിട്ട് ചോറ് വെച്ച് നമുക്ക്
നമുക്ക് പച്ചക്കായ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു കഷ്ണം മീൻ. ഈ മീൻകറിയിലിട്ട മാങ്ങ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പൊ ഞാൻ ഈ ഫുഡൊന്ന് കഴിച്ചിട്ട് അപ്പൊ ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്.